ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ ചിക്കന് പൊരിക്കൊന്നും ചെയ്യാതെയാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം പുളിയുള്ള ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് രീതിയിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ടൈം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കറിവേപ്പില കൂടുന്തോറും നമ്മുടെ കറിയുടെ ടേസ്റ്റും കൂടും. കറിവേപ്പില ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്നട് വഴറ്റിയെടുക്കുക. നല്ലപോലെ കുഴയുന്ന രൂപത്തിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇനി ഈ സെയിം എണ്ണയിലേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ പ്രാവശ്യം സവാള എടുക്കുന്നത് നല്ല നൈസായിട്ട് കട്ട് ചെയ്തതാവണം. നമ്മുടെ സവാള നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല പോലെ വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും കടിക്കാത്ത രൂപത്തിൽ വേണം നമ്മൾ സവാള വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് ഇത്ര ടൈമാണ്. നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡി ആവുന്ന അത്ര ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ തീയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ തീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ വെള്ളമൊന്ന് പൊടിയുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കിയാൽ മതി. അപ്പോൾ ദാ ഇതുപോലെ വെള്ളം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഒരു 1/4 വേവും ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മൾ നേരത്തെ എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്തതാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് നല്ലപോലെ ചൂടാറിയ ശേഷം 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളിയും സവാളയും കറിവേപ്പിലയൊക്കെ വഴറ്റിയെടുത്തുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു നട്ട്സും ചേർത്തിട്ടില്ലെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റിൽ നമ്മുടെ ചിക്കൻ പെരട്ട് കിട്ടും. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. മല്ലിയില വിതറി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാവുന്നതാണ്. നമ്മുടെ രുചികരമായ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.